വിശ്വാസികൾ എപ്പോഴും ഓർക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. മരണം, ന്യായവിധി, സ്വർഗം, നരകം. എന്നാൽ വിശ്വാസികൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 പ്രാർത്ഥനകളുണ്ട്. മേൽപ്പെട്ട പേരുകൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ എന്ന് തുടങ്ങുന്ന മാലാഖമാരുടെ സ്തുതിത്വം, വിശ്വാസ പ്രമാണം, ഇത് 4 കൂടെ ചൊല്ലി ഇത് വലിയ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ചൊല്ലുന്നുണ്ട്. കർത്താവിന്റെ ഖബറടക്ക ശുശ്രൂഷയ്ക്ക് ചൊല്ലുന്നതാണ്. ഈ 4 പ്രാർത്ഥനയും മരണസമയത്ത് ഒരുങ്ങുവാനായിട്ട് നമ്മെ പ്രാർത്ഥന നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. ഭാഗ്യമോ പ്രാർത്ഥനയും ഒരുപക്ഷെ വിശ്വാസപ്രമാണം പഠിക്കുന്നു. അതായത് ഈ 4 പ്രാർത്ഥനകളും പഠിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനോ മറ്റുള്ളവരുടെ ആവശ്യത്തിനോ നമ്മെ സഹായിക്കുവാനായിട്ട്, ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മെ സഹായിക്കുവാൻ സഹായകമായ സംഗതിയാണ്. അവസാനമായി നമ്മുടെ പ്രിയപ്പെട്ടവർ വാങ്ങിപ്പോകുമ്പോൾ അവർക്ക് വേണ്ടി 40 ദിവസം നോക്കുവാനുള്ള കടമ വീട്ടുകാർക്കുണ്ട്, മക്കൾക്കുണ്ട്, ഭാര്യയ്ക്കുണ്ട്, കൊച്ചുമക്കൾക്കുണ്ട് മനസ്സിലാക്കി കർത്തൃദാസനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ തുടർന്നുള്ളതായ 40 ദിവസം അനുഗ്രഹമുണ്ട്. 25 നോമ്പായിട്ട് ബാക്കിയുള്ള 15 ദിവസങ്ങൾ നോക്കിയാണ്. എങ്കിലും ആ 40 ദിവസം വരെ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഈ കർത്തൃദാസനെ ആദരിക്കണമേ, ബഹുമാനിക്കണമേ, സ്നേഹിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുക. ഒരു വാക്ക് മാത്രം ഓർപ്പിക്കുവാനായിട്ടുള്ളത്. മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ് നമ്മളെ സ്വീകരിക്കുവാൻ വരുന്നതെന്ന് നമുക്കറിയില്ല. എവങ്കേലിയോൻ വായിച്ചപ്പോൾ അവസാനം വായിച്ച വാക്യം, നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡനയ്ക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുനരുദ്ധാനം ജീവന് വേണ്ടിയുള്ളതായിരിക്കുവാൻ നന്മ ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. ആർട്ട് ഓഫ് ഗിവിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിലെ 2 വാചകം ഓർപ്പിക്കുകയാണ്. 1, വൃക്ഷം ഒരിക്കലും അതിന്റെ ഫലം കഴിക്കാറില്ല, നദി ഒരിക്കലും അതിലൂടെ ഒഴുകുന്ന വെള്ളം കുടിക്കാറില്ല. അവസാനമായി കൊടുക്കുന്നത് ഭവനത്തിൽ പണം വന്ന് നിറയുമ്പോഴും വള്ളത്തിൽ വെള്ളം കയറുമ്പോഴും 2 കൈ കൊണ്ടും കോരിക്കളയുന്നില്ല എങ്കിൽ അനുഭവം ഒന്ന് തന്നെയായിരിക്കും. ഈ ലോകത്തിൽ ജീവിക്കുന്നതായ അവസരത്തിൽ നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ജീവന്റെ പുനരുദ്ധാനത്തിന്റെ ഉടമകളായി തീരുവാൻ സാധിക്കും. നന്മ ചെയ്ത് നല്ലവരായി ഈ ലോകത്തെ അനുഗ്രഹിക്കണമേ ഓർപ്പിച്ചുകൊണ്ട് മരണം ഏത് സമയത്ത് നമ്മുടെ അടുക്കിലേക്ക് വന്നാലും അവകാശി വരിക എന്നുള്ളത് നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി വിശുദ്ധമായി ശുദ്ധിയായി ജീവിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇക്കദാസനെ ഇവരുടെ പ്രതീസായ നിരന്തരമായ നിത്യമായി സ്തുതിക്കുന്ന ദൈവത്തോടും സ്തുതിക്കുന്ന മാലാഖമാരോടും വിശുദ്ധന്മാരോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഭാഗ്യം കൊടുക്കുവാൻ പ്രാർത്ഥിക്കുക. ഈ ദാസന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നീറ്റുന്ന വേദനകളെ അകറ്റി ആശ്വസിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുക. മറ്റു ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ കടന്നു വരുവാൻ കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കായി എഴുതിച്ചേർത്തിരിക്കുന്ന ഒരു വാക്യമാണ്. വിരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുന്നത്. അപ്രകാരം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോലി സ്ഥലത്തും മറ്റും സമയത്തും മറ്റും മലബാർ ഭദ്രാസനത്തിന് വേണ്ടി പ്രവർത്തിച്ച, പ്രത്യേകിച്ച് ഒലോക്കോട് പള്ളിക്ക് വേണ്ടി, സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിക്ക് വേണ്ടി ചെയ്ത എല്ലാ അനുഗ്രഹമായ പ്രവർത്തനങ്ങൾക്കുള്ളതായ സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചേർക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.